നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇസ്രയേലിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഈ വർഷം ഒക്ടോബർ 27-നാണ് തെരഞ്ഞെടുപ്പ്. ജൂലൈ 17-ന് നിലവിലെ പാർലമെന്റ് കാലാവധി പൂർത്തിയാകും. പി ജെയിംസ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, ഈ യുദ്ധത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൃത, ഇസ്രായേലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ ഒരു യുദ്ധത്തിന്റെ നടുവിലാണ്. യുദ്ധത്തിന്റെ നടുവിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തന്നെ അപൂർവമായിട്ടാണ്. 50 വർഷത്തെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് 4 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യ സർക്കാർ കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ. കഴിഞ്ഞ 50 വർഷവും കാലാവധി പൂർത്തിയാക്കാതെയാണ് ഓരോ മന്ത്രിസഭകൾ പുറത്തുപോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഷെഡ്യൂൾ അനുസരിച്ച് പാർലമെന്റിന്റെ കാലാവധി ജൂലൈ 17-ാം തീയതി, അടുത്ത 5 ദിവസത്തിനുള്ളിൽ തീരുകയാണ്. അതുകൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധത്തിന് നടുവിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇത് വലിയ അഗ്നി പരീക്ഷണമാണ്. പ്രത്യേകിച്ച് വലിയ വരുന്ന പ്രവചനമൊക്കെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്കുസഭ വരും എന്നുള്ളതാണ് പൊതുവെയുള്ളത്. ചില സർവേകൾ പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു പിറകിൽ പോകുമെന്നാണ്. എന്തായാലും വലിയ ഒരു തരത്തിൽ, പ്രത്യേകിച്ച് ലെബനോനിൽ ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഗസയിൽ ആക്രമിക്കുന്നു, ഇറാനുമായി പലതവണ യുദ്ധം നടത്തി ഇപ്പോഴും യുദ്ധത്തിന്റെ വക്കിലാണ്. ആ സമയത്താണ് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇസ്രായേലിന്റെ പാർലമെന്റായ നെസറ്റില് 120 സീറ്റുകളാണുള്ളത്. അതിൽ 61 സീറ്റ് നേടുന്ന മുന്നണിയോ കക്ഷിയോ ആയിരിക്കും ഭരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ 61 സീറ്റ് നേടുക അത്ര എളുപ്പമല്ല. നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് 23 സീറ്റും അദ്ദേഹത്തിന്റെ എതിർ പാർട്ടി യാഷർ പാർട്ടിക്ക് 23 സീറ്റുമാണ് പല സർവേകളിലും പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഇവര് ഉള്ള മുന്നണി വെച്ചുള്ള സംവിധാനത്തിൽ ഒരു 61 സീറ്റ് ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് തൂക്ക് മന്ത്രിസഭ വരുമെന്ന് പറയുന്നത്. അതെ, എന്തായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഈ വർഷം ഒക്ടോബർ 27-നായിരിക്കും തെരഞ്ഞെടുപ്പ്. വിവരങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസ് പങ്കുവച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM സംസ്ഥാന ഘടകത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും പാഠങ്ങൾ ഉൾക്കൊണ്ടില്ല. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരണമെന്നും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. ചർച്ചകളിലെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മറുപടിക്ക് ശേഷം തിരുത്തൽ രേഖയിൽ നാളെ ഉച്ചവരെ ചർച്ച നടക്കും. കേരളത്തിലെ അസാധാരണ തിരിച്ചടിയിൽ ആഴത്തിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ പാർട്ടി ഒരുങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന ഘടകത്തിന്റെ വീഴ്ചകൾ കേന്ദ്ര നേതൃത്വം ചൂണ്ടിക്കാട്ടി. നേതാക്കൾക്ക് ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരണമെന്ന് കേന്ദ്ര നേതൃത്വം ചൂണ്ടിക്കാട്ടി. നേതാക്കളുടെ ധാർഷ്ട്യം തിരിച്ചടിയായെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ഇതുവരെ തിരുത്തൽ നടപടികളിൽ ഫലം കണ്ടില്ലെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാഠങ്ങളും സംസ്ഥാന നേതൃത്വം ഉൾക്കൊണ്ടില്ലെന്ന് കുറ്റപ്പെടുത്തി. അധികാരമോഹം സംഘടനാ ദൗർബല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു കണ്ടെത്തൽ. ചർച്ചകൾക്ക് ശേഷം നാളെ ജനറൽ സെക്രട്ടറി MA ബേബി മറുപടി പറയും. തുടർന്ന് തിരുത്തൽ രേഖയിൽ ചർച്ചകൾ ആരംഭിക്കും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലെ ഭിന്നാഭിപ്രായത്തിൽ ജനറൽ സെക്രട്ടറി MA ബേബി അതൃപ്തി പരസ്യമാക്കി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽപ്പെട്ടവർ അഭിപ്രായം പറയുമ്പോൾ അത് പാർട്ടിക്ക് പോറലേൽക്കാത്ത വിധത്തിലായിരിക്കണം. അത് ഞാൻ ഉൾപ്പെടെ, ജനറൽ സെക്രട്ടറിയായ ഞാൻ ഉൾപ്പെടെ പാർട്ടിയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ സ്വയം പ്രതിരോധിക്കാൻ ഓരോ നേതാക്കളും വ്യത്യസ്ത ശൈലിയിലാണ് പ്രതികരിക്കുക എന്ന് ചൂണ്ടിക്കാട്ടി വിവാദം മയപ്പെടുത്താനുള്ള ശ്രമമാണ് സംസ്ഥാന നേതൃത്വം നടത്തിയിരിക്കുന്നത്. 24 ഡൽഹി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിനായുള്ള അവകാശവാദത്തിൽ ഉറച്ചും CPIM-നെ വിമർശിച്ചും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കീഴ്വഴക്കം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഉപനേതൃസ്ഥാനത്തിൽ ചൊവ്വാഴ്ച CPI-CPIM ചർച്ച നടക്കാനിരിക്കെയാണ് ബിനോയ് വിശ്വം നിലപാട് ആവർത്തിച്ചത്. CPIM-ന്റെ വാശിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നാണ് CPI-യുടെ തീരുമാനം. പ്രതിപക്ഷ നേതൃപദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിച്ചുവെന്ന പിണറായി വിജയന്റെ വാക്കുകൾ CPI-യെ ചെറുതായിട്ടല്ല ചൊടിപ്പിച്ചത്. അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. മുന്നണിയിലൊന്നും നിൽക്കുന്ന വിഷയമല്ല. അതൊന്നും മുന്നണി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് CPI നേതൃത്വത്തിന്റെ തീരുമാനം. ഉപനേതൃ പദവി കിട്ടിയേ മതിയാകും നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും CPI തയ്യാറല്ല. സമീപകാലത്തൊന്നും CPIയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി CPIM-നെതിരെ ഇത്ര പരസ്യമായി തുറന്നടിക്കൽ നടത്തിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനകത്ത് തർക്കമേയില്ല, സംശയവുമില്ല.
ആ സ്ഥാനം CPIക്ക് അവകാശപ്പെട്ട ഒന്നാണ്. അവിടെ കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി പോകാൻ ആർക്കും കഴിയില്ല. എല്ലാ കീഴ്വഴക്കവും മാറേണ്ടി വന്നാൽ മാറിയേ തീരൂ. സംസ്ഥാന സെക്രട്ടറി പുറത്തു പറഞ്ഞ് വിഷയം കുളമാക്കിയെന്ന സംസ്ഥാന നേതൃയോഗത്തിലെ വിമർശനത്തിനും പരോക്ഷ മറുപടി ബിനോയ് വിശ്വം നൽകുന്നു. CPI സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ കടുത്ത നിലപാട് CPM സംസ്ഥാന നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. രണ്ടു പാർട്ടിയുടെയും ജനറൽ സെക്രട്ടറിമാർ സംസാരിച്ചതോടെയാണ് വീണ്ടും ഉഭയകക്ഷി ചർച്ചയ്ക്ക് ധാരണയായത്. CPI കടുത്ത നിലപാട് തുടരുന്നതുകൊണ്ട് താൽപ്പര്യമില്ലെങ്കിലും CPM സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നേക്കും. 24 തിരുവനന്തപുരം. ഗാനകോകിലത്തിന് വിട. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീയൻ മടിമേൽ മയങ്ങൂ നീയൻ മടിമേൽ. തലമുറകൾ ഏറ്റുപാടിയ പാട്ടുകൾ ബാക്കിയാക്കി ഇതിഹാസ ഗായിക എസ് ജാനകി യാത്രയായി. മൈസൂരു കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. തലമുറകളേറ്റുപാടിയ പാട്ടുകൾ ബാക്കി. ഇതിഹാസ ഗായിക യാത്രയായി. ചെറുമകൾ അപ്സര മരണാനന്തര കർമ്മങ്ങൾ നിർവഹിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിലെ പൊതുദർശനത്തിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി. ജാനകി അമ്മയുടെ വിയോഗം താങ്ങാനാകാതെ KS ചിത്രയടക്കമുള്ളവർ. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. വാനമ്പാടി ഇനി ജനഹൃദയങ്ങളിൽ പാട്ടോർമ്മ. ന്യൂസ് ഡെസ്ക് 24. പകരം വെക്കാനില്ലാത്ത ശബ്ദമാധുര്യം ഇനിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ സംഗീത ലോകം. അതിരുകൾ മായ്ച്ച അതുല്യ പ്രതിഭയ്ക്ക് കണ്ണീരോടെയാണ് സംഗീത ലോകം വിട നൽകിയത്. ഇന്നലെ ഇത് കേട്ടപ്പോഴേ ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞങ്ങൾ ജാനകി അമ്മയായിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് കോൺസ്റ്റൻറ്റ് ടച്ചിൽ ഉള്ള സമയമാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ശ്വേതയായിട്ടാണ് എപ്പോഴും കോൺവെർസേഷൻ. പല തലമുറകൾ ഹൃദയത്തോട് ചേർത്ത ജാനകി അമ്മയുടെ സ്വരം ഇനി അനശ്വരം. പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയെന്ന് സംഗീത സംവിധായകൻ ഇളയരാജ. உலக கம்போசர்கள் மிகவும் மாமேதைகள். அவர்களுடைய ஒவ்வொருவருடைய வாழ்விலும் அவர்களுடைய தனிப்பட்ட வாழ்க்கை மிகவும் துக்கமானதாக இருந்திருக்கிறது என்பதுதான் இதுவரை நடந்திருக்கிறது. എസ് ജാനകിയുമായി 6 പതിറ്റാണ്ടോളം നീണ്ട സൗഹൃദം പങ്കുവയ്ക്കുകയാണ് ശ്രീകുമാരൻ തമ്പി. സിനിമയ്ക്കായി എഴുതിയ ആദ്യ ഗാനം ആലപിച്ചത് എസ് ജാനകി. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ആദ്യത്തെ അക്ഷരങ്ങൾ പാടിയത് ജാനകിയമ്മയാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഞാൻ അങ്ങേയറ്റം ആരാധിക്കുന്നൊരു ഗായിക എൻ്റെ പാട്ട് പാടാൻ പോകുന്നു എന്ന അറിവ് എത്രമാത്രം ഞാൻ സന്തോഷിച്ചെന്ന് പറയാൻ സാധ്യമല്ല. ഒന്നിച്ചു പാടിയതെല്ലാം ഹൃദയത്തിൽ പതിഞ്ഞ ഓർമ്മകളെന്ന് ഗായകൻ ഉണ്ണിമേനോൻ. എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞുതരും. അങ്ങനെ വളരെ നമുക്കൊരു ശരിക്കൊരു അമ്മയോട് തോന്നുന്ന ഒരു സ്നേഹം ജാനകിയോട് ത്രൂ ഔട്ട് മൈ കരിയർ ഉണ്ടായിട്ടുണ്ട്. ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അതിരുകൾ മായ്ച്ച സംഗീതസ്വരം കാലം ഏറ്റുപാടും. എന്നാൽ ജാനകിയമ്മയുടെ ശൂന്യത നികത്താൻ കഴിയുകയില്ലല്ലോ. 24 മൈസൂരു.
ചേർത്തലയിലും ചെങ്ങന്നൂരിലും കുളിക്കാനിറങ്ങിയ 2 പേർ മുങ്ങി മരിച്ചു. ചേർത്തലയിൽ തച്ചപ്പൊഴിവെളി അനിൽകുമാറിന്റെ മകൻ മഹാദേവാണ് മരിച്ചത്. ചെങ്ങന്നൂരിൽ അച്ചൻകോവിലാറ്റിൽ കുളിക്കാനിറങ്ങിയ ബുധരൂർ സ്വദേശി മിഥുൻ MS മരിച്ചു. അശ്വിൻ പാലാഴിയുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായ അശ്വിൻ, 2 പേരാണ് വിവിധയിടങ്ങളിലായി മരിച്ചിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് 2 ഇടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. ചേർത്തലയിലും ചെങ്ങന്നൂരിലുമാണ് മുങ്ങിമരണങ്ങൾ ഉണ്ടായത്. ചേർത്തല വെള്ളിയാകുളത്ത് കുളിക്കാനിറങ്ങിയ മഹാദേവ് എന്ന 14 വയസ്സുകാരനാണ് മുങ്ങി മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പമാണ് മഹാദേവ് കുളിക്കാനായി ഇറങ്ങുന്നത്. ഇവരുടെ ഒഴുക്കിൽക്കെട്ട് പോവുകയായിരുന്നു. രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇവൻ രക്ഷിക്കാനായില്ല. ചെങ്ങന്നൂരിലേക്ക് വന്നാൽ അച്ചൻകോവിലാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവായ മിഥുൻ MS ആണ് മരിച്ചത്. പുതിലൂർ സ്വദേശിയാണ്. 38 വയസ്സാണ് മിഥുനുള്ളത്. വൈകിട്ട് 3:30യോടെ കുളിക്കാനായി ഇറങ്ങുകയായിരുന്നു. അവിടെ ഫാബ്രിക്കേഷൻ തൊഴിൽ ചെയ്താണ് മിഥുൻ മുന്നോട്ട് പോയിരുന്നത്. മൃതദേഹങ്ങളിൽ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതം. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ വരവൂരിൽ കുളിത്തിൽ കാണാതായ 19-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. ദേശമംഗലം സ്വദേശി വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ ഹസ്നയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് വിവരങ്ങൾ നൽകാനായി തൃശൂരിൽ നിന്ന്. ശ്രീജിത്ത്, എവിടെ നിന്നാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? ഈ കിണറിന് സമാനമായ കുളം തന്നെയാണത്. അമ്മായിയുടെ വീട്ടിൽ, അതായത് അച്ഛന്റെ സഹോദരിയുടെ വീട്ടിൽ വിരുന്നു വന്നതായിരുന്നു. അങ്ങനെ കുട്ടികളുമായി കുളിക്കാനായി 6:30 ഈ 3 സഹോദരിമാർ ആ കിണറ്റിലേക്ക് പോയത്. ആ കുളത്തിന് സമാനമായ കിണറ്റിലേക്ക് പോയത്. മറ്റു 2 പേരും സ്വയം നീന്തി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. 19-കാരിയാണ് ഈ പെൺകുട്ടി. എന്തായാലും 8:25 ഫയർഫോഴ്സ് അടക്കം എത്തി ആണ് ഈ ഒരു തെരച്ചിൽ നടത്തിയത്. ആ പ്രദേശത്ത് നിന്ന് തന്നെ മൃതദേഹം ലഭിക്കുകയായിരുന്നു. എടുത്തപ്പോൾ തന്നെ ജീവൻ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി ശ്രീജിത്ത്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ ലക്ഷ്യമിട്ട് വിമർശനവുമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. മന്നം സ്മൃതി എല്ലാവർക്കുമുള്ള ഇടമാണെന്നും താനാണ് ജനറൽ സെക്രട്ടറി, ഇന്നയാൾ വരരുത് എന്ന് പറയരുതെന്നും CP രാധാകൃഷ്ണൻ പറഞ്ഞു. പെരുന്നാൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഡൽഹിയിലെ മന്നം സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു വിമർശനം. ഡൽഹിയിലെ NSS കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ദ്വാരകയിൽ മന്നം സ്മൃതി മണ്ഡപം നിർമ്മിച്ചത്. സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ വിമർശനം. താനാണ് ജനറൽ സെക്രട്ടറി, ഇന്നയാൾ വരേണ്ട, ഇന്നയാൾ വരണമെന്ന് താൻ തീരുമാനിക്കുമെന്ന ചിന്ത ഒരാൾക്കും പാടില്ലെന്ന് ഉപരാഷ്ട്രപതി. You never think that you are everything. You are everything because of the great contribution of our Karma Yogi Mannat Padmanabhanji. So we are only a tool to continue his good legacy. So we should take the society with us. I am the president. I am the general secretary. So you should not come, you should not come, we should not come. That should not be our aim. Everybody should come, everybody should contribute, everybody should serve. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞു. പെരുന്ന അവിടുത്തെ നടപടിക്രമങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകും. കാലം പ്രവർത്തിക്കും. ഓർഗാനിക് ആയിട്ടുള്ള കോസ്മിക് ലോ ഉണ്ട്. ആ കോസ്മിക് ലോ പ്രകാരം അതിന്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും. ആവുന്നില്ലേ? എന്നാൽ വിമർശനങ്ങളിൽ G. സുകുമാരൻ നായർ പ്രതികരിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചങ്ങനാശ്ശേരിയിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് മന്നസമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അനുമതി നൽകാത്തത്. പെരുന്നയിലെ മന്നസമാധിയിൽ പുഷ്പാർച്ചന നിഷേധിച്ചെന്ന് പരാതിപ്പെട്ട പശ്ചിമബംഗാൾ മുൻ ഗവർണർ CV ആനന്ദബോസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപം നിർമ്മിച്ചത്. 24 ഡൽഹി. ആലപ്പുഴയിലെ G. സുധാകരൻ CPIM പോരിന് അറുതിയില്ല. ആരെങ്കിലും തന്നെ കൈകാര്യം ചെയ്താൽ ഉത്തരവാദി CPIM ജില്ലാ സെക്രട്ടറി R. നാസർ എന്ന് G. സുധാകരൻ തുറന്നടിച്ചു. പ്രതിഷേധങ്ങൾക്ക് പോലീസ് കൂട്ടുനിൽക്കുന്നു എന്നും ആക്ഷേപമുണ്ട്. നീർക്കുന്നം സ്കൂളിലെ സംഘർഷത്തിൽ അധ്യാപകർക്കും CPIM നേതാവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. ഇന്നലെ G. സുധാകരന്റെ പുന്നപ്രയിലെ MLA ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ വിവാദ പ്രസ്താവന. അങ്ങനെ ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ കോൺഗ്രസ്സുകാരെ വിളിച്ചുകൊണ്ട് നേരെ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ PTA ആൾക്കാർ മറ്റുള്ള കൂടുമല്ലോ. അവർ കൂടുമ്പോൾ അവരോട് തട്ടിക്കയറുകയാണ്. ആ തട്ടിക്കയറിന്റെ ഫലമായിട്ടല്ലേ CPM പ്രവർത്തകർ അവിടെ ചെന്നവരെ കോൺഗ്രസ്സുകാർ തല്ലി
ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലല്ലേ തല്ലുന്നത്? ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം തല്ലിയെന്ന് മാത്രമല്ല കള്ളക്കേസ് എടുത്തിരിക്കുന്നു. ആർ നാസറിന് ജി സുധാകരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഈ ജില്ലാ സെക്രട്ടറി എന്ത് കണ്ണുകൊണ്ടായി സംസാരിക്കും? ഏത് ജനമാണ് എന്നെ കൈകാര്യം ചെയ്യുന്നല്ലേ? ചെയ്തു. ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. ഇനി ആരെങ്കിലും എന്റെ നേരെ കൈ കൊണ്ടുപോയാൽ അതിന്റെ ഉത്തരവാദി നാസറായിട്ട് വരും. കാരണം പുള്ളി പറഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്തതാണ്. ജി സുധാകരന്റെ ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിന് പോലീസ് കൂട്ടുനിന്നെന്നും സുധാകരന്റെ ആരോപണം. ജനങ്ങൾക്ക് അനുകൂലമായിട്ടല്ലാതെ എതിരായിട്ട് ഒരു നടപടി എടുത്താൽ ആർക്കും പറയാൻ പറ്റില്ല. പിന്നെന്താണ് എൻ്റെ MLA ഓഫീസിലേക്ക് ഇവരെന്തിനാണ് മാർച്ച് നടത്തി ചെയ്തത്? എന്തിനാണ് മാർച്ച് അത് ചെയ്തത്? പോലീസ് ഇതിന് കൂട്ടാനാണ്. ഭരണം മാറിയൊന്നും ഇവിടുത്തെ പോലീസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആലപ്പുഴ പോലീസ് ഒന്നും അറിഞ്ഞിട്ടില്ല. അത് പഴയ പോലെ പ്രവർത്തിക്കുകയാണ്. വെറുതെയാണ്. ആരോടും മമതയും കാണിക്കണ്ട, വിരോധം കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണം. ജി സുധാകരൻ MLAയുടെ സന്ദർശനത്തെ തുടർന്ന് അമ്പലപ്പുഴ നീർക്കുന്നം സ്കൂളിലെ സംഘർഷത്തിൽ CPM നേതാവിനും അധ്യാപകർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അമ്പലപ്പുഴ പോലീസ് കേസെടുത്തു. MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ CPM അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറിയെ 1-ാം പ്രതിയാക്കിയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.